എനിക്ക് എന്ത് സംഭവിച്ചു എന്നതല്ല, മറിച്ച് എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ കാരണവും ഞാൻ കടന്നു വന്ന സാഹചര്യങ്ങൾ കാരണവും ഒക്കെ എൻ്റെ മനസ്സിലുണ്ടായ ആഴത്തിലുള്ള മുറിവാണത്. എൻ്റെ മനസ്സിലേറ്റ ഏറ്റവും വലിയ ആഘാതമാണത്. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടും എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേദനയാണിത്. പറഞ്ഞുകൊണ്ട് വരുന്നത് മറ്റൊന്നുമല്ല, ട്രോമയെ പറ്റിയിട്ടാണ്. ട്രോമ വല്ലാത്തൊരു സെൻസേഷനാണ്. അതൊരിക്കലും ഒരു സ്റ്റോറി അല്ല. ഒരു സ്റ്റോറി ആയിട്ട് എനിക്കോ നിങ്ങൾക്കോ മറ്റാർക്കും ആരോടും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെയൊക്കെ ട്രോമ. പക്ഷേ ആ ഒരു സെൻസിറ്റിവിറ്റി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സെൻസേഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് മറക്കാനോ മായ്ച്ചു കളയാനോ ഒന്നും പറ്റില്ല. എൻ്റെ ട്രോമ അനുഭവങ്ങളിൽ കൂടി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചില ഫാക്ട്സ് പറയട്ടെ. ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു സ്റ്റോറി അല്ല എന്നുള്ളതാണ് എൻ്റെ ബേസിക് ഫാക്ട്. ഒരു സെൻസേഷൻ, വേദനിപ്പിക്കാൻ മാത്രം അറിയുന്ന ഒരു സെൻസേഷൻ ആണിത്. പിന്നെ നമുക്ക് ട്രോമ ഉണ്ടെങ്കിൽ നമുക്ക് എമ്പതിയുടെ ഒരു അതിപ്രസരം നമുക്കുണ്ടായിരിക്കും. എന്ന് വെച്ചാല് മറ്റുള്ളവരുടെ വേദന അതുപോലെ ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ. അതാണ് അവരെക്കാൾ കൂടുതലും ആവശ്യത്തിനും ആവശ്യമില്ലാതെയും ഒക്കെ എല്ലാ വേദനകളും നമ്മുടെ മനസ്സ് ഏറ്റെടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ എമ്പതിയുടെ ഒരു എക്സ്ട്രീം ലെവൽ ഉണ്ടാവും നമ്മുടെ മനസ്സിൽ. അതുപോലെ തന്നെ ഹീലിംഗ് ഫീൽസ് വേഴ്സ് ബിഫോർ ഇറ്റ് ഗെറ്റ് ബെറ്റർ. നമ്മൾ ഒരുപാട് ഹീലിംഗ് സ്റ്റേജസിൽ കൂടെ കടന്നു പോകും. ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേദനയുടെ കഠിനത കുറച്ചൊന്ന് കുറയുമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കുറേയൊക്കെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഒരിക്കലും പൂർണ്ണമായിട്ട് ഭേദപ്പെടുത്താൻ പറ്റുന്ന ഒന്നല്ല നമ്മുടെ മനസ്സിനേറ്റ ആഘാതം എന്ന് പറയുന്നത്. ഇപ്പോ ചില അസുഖങ്ങൾ കൂടിയിട്ട് കുറയുമെന്ന് പറയുന്നത് പോലെ ഒരസുഖവും അല്ലാത്ത ഈ ഒരു വേദന ഒരുപാട് കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ ഒന്ന് ചെറിയൊരു ആശ്വാസം എന്നുള്ള സ്റ്റേജിലേക്ക് എത്തുന്നത്. ഒരു ഹീലിംഗ് പ്രോസസ്സ് കറക്റ്റായിട്ട് നമ്മൾ വർക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ കാര്യങ്ങൾ പോലും ഓവർ തിങ്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് എല്ലാത്തിനോടും ഒരു തരം ഹൈപ്പർ വിജിലൻസും എല്ലാ കാര്യങ്ങളും ഒരുപാട് അനലൈസ് ചെയ്തുകൊണ്ട് ഒരുപാട് ഓവർ തിങ്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു സേഫ്റ്റി എന്നുള്ള ഒരു എലമെന്റിനെ ബാധിക്കുന്ന ഒരു ലൂപ്പ് ഹോൾ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്തുകൊണ്ട് നമ്മളെ മറ്റുള്ളവർ ബ്ലെയിം ചെയ്യാൻ ഇടയാകുന്ന ഒരു സാഹചര്യവും ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു തരത്തിലുള്ള വല്ലാത്തൊരു ഓവർ തിങ്കിങ് നമ്മളിൽ നടന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ തെറ്റല്ലാത്ത കാര്യങ്ങൾക്ക് പോലും നമ്മളിങ്ങനെ അപ്പോളജൈസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെല്ലാരെയും കംഫേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും നമ്മൾ നമുക്ക് വേണ്ടി പുറത്തു കൊടുക്കുന്നതിന് പകരം നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരോടും പുറത്തു കൊടുത്തും ക്ഷമിച്ചു കൊടുത്തും അപ്പോളജൈസ് ചെയ്തും എല്ലാരെയും കംഫേർട്ട് ആക്കിക്കൊണ്ടൊക്കെ ഇരിക്കും. റെസ്റ്റ് എടുക്കുന്നതിന് കുറ്റബോധം തോന്നാറുണ്ടോ? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. റെസ്റ്റ് ഞാൻ ഡിസേർവ് ചെയ്യുന്ന ഒന്നാണ് എന്ന് ഞാൻ ഒരുപാട് വൈകിയാണ് മനസ്സിലാക്കുന്നത്. കുറച്ച് സമയം വൈകി ഉണർന്നാലോ കുറച്ച് സമയം വെറുതെ ഇരുന്നാലോ ഒക്കെ എത്രയോ വലിയൊരു പാപഭാരം ചുമക്കുന്നത് പോലെ ഒരു കുറ്റബോധം പലപ്പോഴും ഫീൽ ചെയ്യും. അതും നമ്മുടെ ഉള്ളിൽ അത്രയും വലിയ ട്രോമകൾ ഉള്ളത് കൊണ്ടാണ്. എന്ത് തരത്തിലുള്ള കോൺഫ്ലിക്ട്സ് വരുമ്പോഴും ഒരു പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാം ഇങ്ങനെ അവോയ്ഡ് ചെയ്യുക, എല്ലാത്തിൽ നിന്നും ഒരു തരം മാറിപ്പോവുക, എന്ത് വില കൊടുത്തും ഏത് പ്രശ്നവും ഒഴിവാക്കുക. അതിന് നമുക്ക് എത്രത്തോളം വലിയ വില കൊടുക്കേണ്ടി വന്നാലും ശരി, അത് ഒരു പ്രശ്നത്തിന് നിൽക്കാതെ ഒരു തരത്തിലുള്ള മുഷിച്ചിലും ഒരാൾക്ക് ഉണ്ടാവാതെ പരമാവധി എല്ലാത്തിൽ നിന്നും മാറിപ്പോവുക എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. പിന്നെ നമ്മൾ മറ്റുള്ളവരുടെയൊക്കെ ഇമോഷൻസിനെ ഏറ്റെടുത്തുകൊണ്ടിരിക്കും. അവരവരുടെ ഇമോഷൻസ് അവരവർക്ക് ഫീൽ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ചുമലിൽ, നമ്മുടെ തലയിൽ, നമ്മുടെ ചിന്തകളിൽ നമ്മൾ ഏറ്റെടുത്തുകൊണ്ടേയിരിക്കും. കാരണം അത്രയും വലിയ ട്രോമയാണ് ഉള്ളിലുള്ളത്. അപ്പോൾ അറിയാതെ നമ്മൾ ഇമോഷൻസിനെ എല്ലാം അബ്സോർവ് ചെയ്യുന്ന ഒരു സ്പഞ്ചായിട്ട് നമ്മൾ മാറും. എല്ലാ അനുഭവങ്ങൾ വരുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഒരു അപ്രീസിയേഷൻ കിട്ടിയാൽ അതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് കടന്നു പോകുന്ന സന്തോഷമുള്ള നിമിഷങ്ങളെ ഒരു മിഥ്യയായിട്ട് കാണുന്ന ഒരു തരം തോന്നൽ, എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. നല്ല അവസരങ്ങളെ സന്തോഷിപ്പിക്കാനോ പറ്റാത്ത ഒരു തരം
ഒരു വല്ലാത്തൊരു ഫ്രോസൺ സ്റ്റേജ്. നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം പറയട്ടെ, നമ്മുടെ പെയിനെ വല്ലാതെ ഡൗൺ പ്ലേ ചെയ്യുന്നത്. അതായത് നമ്മുടെ വേദന ഒന്നുമല്ല, നമ്മുടെ വേദന അത്രയേ ഉള്ളൂ എന്ന് നമ്മളെ തന്നെ പഠിപ്പിച്ചുകൊണ്ട് നമ്മളെ തന്നെ പറ്റിക്കുന്ന ഒരവസ്ഥ. നമുക്ക് വേദന ഉണ്ടെന്നും ആ വേദന വലുതാണെന്നും അതങ്ങനെയാണ് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിന് പകരം ഒന്നുമല്ല, എനിക്ക് സാരമില്ല, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണ് എന്ന് നമ്മൾ ആവർത്തിച്ച് സ്വയം വിശ്വസിച്ചുകൊണ്ടിരിക്കും. എല്ലാവർക്കും വേണ്ടി എല്ലാ സഹായത്തിനും നമ്മൾ കാണും. പക്ഷെ നമുക്ക് ആരും അല്ലെങ്കിൽ ഒന്നിനും നമുക്ക് പറ്റില്ലാത്തൊരവസ്ഥയായിരിക്കും. നമ്മൾ വല്ലാതെ വീണു പോകും നമുക്ക് ഇത് വരുമ്പോൾ. പക്ഷെ നമ്മൾ എല്ലാവരെയും മുമ്പിൽ സ്ട്രോങ് ആയിരിക്കും. പക്ഷെ നമുക്ക് അറിയുള്ളൂ നമ്മൾ അത്രയൊന്നും അല്ല, എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല എന്നുള്ളതും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെയുള്ളൊരു തോന്നല് അങ്ങനെ ഉണ്ടാകുന്നത്. എല്ലാവരോടും ഒരു തരം ഡിസ്റ്റൻസ് ആയിരിക്കും. പിന്നെ നമുക്ക് അതായത് കാണപ്പെടാൻ ആഗ്രഹിക്കാത്ത, അതായത് സീൻ ചെയ്യപ്പെടുക എന്നുള്ളത് വല്ലാത്തൊരു വേദനയായിട്ട് ഫീൽ ചെയ്യും. ഒഴിഞ്ഞു മാറി നടക്കാനും എപ്പോഴും ഒറ്റയ്ക്കിരിക്കാനും എത്ര കഴിവുണ്ടെങ്കിലും ഒരു പൊതു ആയിട്ടുള്ള ഒരു ഇടത്ത് അവിടുത്തെ ലൈം ലൈറ്റ് നമ്മുടെ മേലേക്ക് വീഴാതിരിക്കാനും ഒക്കെ നമ്മുടെ മനസ്സിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമുക്കൊരു ജഡ്ജ്മെന്റ് നമ്മുടെ മേലുണ്ടാവുമോ, അവസാനം ഇതിനേക്കാളും വേദന നമുക്ക് തരുമോ എന്നൊക്കെയുള്ളൊരു തോന്നല് നമുക്ക് പലപ്പോഴും ഈ ഒരു ട്രോമ തരുന്നതാണ്. ചിലപ്പോൾ വല്ലാതെ ട്രിഗർ ചെയ്യപ്പെടുന്ന പോലെ നമുക്ക് തോന്നും. ചെറിയ കാര്യങ്ങൾ പോലും നമ്മളെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നതായിട്ട് നമുക്ക് തോന്നും. നമ്മൾ വല്ലാതെ പ്രകോപിപ്പിക്കപ്പെടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ എവിടെയൊക്കെ സ്റ്റക്കായി പോയതുപോലെ, ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, എനിക്ക് നഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ള കുറേ തോന്നലും, ജീവിതം അല്ലെങ്കിൽ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ സന്തോഷമൊക്കെ എവിടെയോ സ്റ്റക്കായി പോയി, എവിടെയോ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെയുള്ളത്. ഇത്രയും കേട്ട് കഴിയുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടോ ട്രോമ ഉണ്ട്, ഒരുപാട് അധികമാണ് എന്നുള്ളത്? അല്ലെങ്കിൽ ഇതിനു മുമ്പേ ഒരുപക്ഷെ അതിനേക്കാളേറെ റിയലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ട്രോമകളൊന്നും നമ്മൾ ഇൻവൈറ്റ് ചെയ്തതല്ല, നമ്മുടെ ജീവിതത്തിൽ വന്നു പോയെന്നുള്ളതാണ്. ഓരോ അവസ്ഥയിലും നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ അറിവിന്റെ മാക്സിമം അത് വെച്ച് നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് അറിയാതിരുന്ന പല കാരണങ്ങൾ കാരണവും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഫെയിലുവേഴ്സ് ഉണ്ടായിരിക്കാം, ഒരുപാട് ഒറ്റപ്പെടലുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ടായിരിക്കാം, ആരും അറിയാതെ ഒരുപാട് ഒരുക്കിയിട്ടുണ്ടാവാം, കരഞ്ഞിട്ടുണ്ടാവാം, കരയാൻ പറ്റാതെ ആയിപ്പോയിട്ടുണ്ടാവാം. പക്ഷെ നമുക്ക് ജീവിച്ചേ പറ്റൂ. ഇപ്പോൾ ട്രോമ എന്നുള്ളത് ഒരു 100% ഹീലിംഗ് പറ്റുന്ന ഒന്നാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അനുഭവങ്ങളിലൂടെ നോക്കിയാൽ പറ്റുന്ന ഒന്നല്ല. പക്ഷേ നമുക്കത് ഒരുപാട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അണ്ടർ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റുന്ന, മാനേജ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന നല്ല പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഒന്നായിട്ട് നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ട്രോമയും ആയിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അല്ലേ? നമുക്ക് പറ്റണം. അല്ലാതെ ട്രോമകളിൽ കൂടി മാത്രം നമുക്ക് മരവിച്ച് ജീവിക്കാൻ പറ്റില്ല അല്ലേ? നമുക്ക് മുന്നോട്ട് പോകണം. എനിക്കെപ്പോഴും തോന്നാറുണ്ട്, നമ്മൾ മാത്രമല്ല കേട്ടോ, ഞാൻ പഴയ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഒരുപാട് മനുഷ്യ ജീവിതങ്ങൾ പലതരത്തിലുള്ള ട്രോമകളിൽ പെട്ട്, ഒരുപാട് അനുഭവങ്ങളിൽ പെട്ട്, പല ഇടങ്ങളിൽ പല ചിലന്തി വലകളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഒരുപാട് അനുഭവങ്ങളും ആത്മകഥകളും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു പോയിന്റിലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചിന്തിക്കുക, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് മാത്രമേ പറ്റൂ. നമുക്ക് പറ്റണം, നമുക്ക് മുന്നോട്ട് പോകണം. ജീവിതം എന്ന് പറയുന്നത് സ്റ്റിൽ ഇസ് ദെയർ അല്ലേ? നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കമന്റ് ചെയ്യണേ, അനുഭവങ്ങളും ഹീലിംഗ് മെത്തേഡ്സും ഒക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.